Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ കഴിഞ്ഞ ആഴ്ച Mi 11x ന്റെ അൺബോക്സിംഗ് ചെയ്തായിരുന്നു. Mi 11x ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 29999 ആണ് അതിന്റെ പ്രൈസിംഗ്. ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 870 ചിപ്പാണ്. അപ്പോൾ Mi 11x സീരീസിലെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഡിവൈസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് Mi 11x സീരീസിലെ മറ്റൊരു സ്മാർട്ട് ഫോണാണ് Mi 11x Pro. അപ്പോൾ Mi 11x Proയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ പ്രോസസ്സർ ഡിഫറൻ്റ് ആണ്. ഇതിൽ വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ഒക്ടോകോർ പ്രോസസ്സറാണ്. അതുകൂടാണ്ട് തന്നെ 108 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അതൊരു മേജർ ഡിഫറൻസ് ആണെന്ന് പറയാം. ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 108 മെഗാ പിക്സൽ സാംസങ് സെൻസറാണ് വരുന്നത്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ 120hz AMOLED ഡിസ്പ്ലേയാണ്, E4 AMOLED ഡിസ്പ്ലേയാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്, 4520 mAh കപ്പാസിറ്റി ബാറ്ററിയും, പിന്നെ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ LPDDR5 റാമാണ് വരുന്നത്. അപ്പോൾ 33 വാട്ട് ചാർജിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Android 11ഉം MIUI 12 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് Mi 11x. അപ്പോൾ നമുക്ക് ബോക്സ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് വേരിയൻ്റിലാണ് അവൈലബിൾ ആവുന്നത്. 8+120GB വേരിയൻറ്റ് 39,999, 8+256GB സ്റ്റോറേജ് വരുന്നത് 41,999, അത് 42,000 രൂപയാണ്. അപ്പോൾ ഈ രണ്ട് വേരിയൻ്റ് ഉള്ളത് 3 കളറിലാണ് അവൈലബിൾ ആവുന്നത്. സിൽവർ, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെലസ്റ്റൽ സിൽവർ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് അൺബോക്സിങ് ചെയ്യാം, ക്യാമറ സാമ്പിൾസ് കാണിക്കാം, എല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സോ നമ്മളിപ്പോൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് Mi 11x Pro ആണ്. അപ്പോൾ Mi 11xൻ്റെ അൺബോക്സിങ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചാനലിൽ നോക്കിയാൽ മതി. Mi 11xൻ്റെ അൺബോക്സിങ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Mi 11x Proൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2-3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സിൻ്റെ ഒന്ന് 108 മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത്, സാംസങ്ങിൻ്റെ സെൻസറാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ചിപ്പ് സെറ്റാണ് വരുന്നത്. മറ്റേ Mi 11xൽ 870 ആയിരുന്നു വന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ക്വിക്കായി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 888 5G ചിപ്പ് സെറ്റാണ്. ഫ്ലാഗ്ഷിപ്പ് 5nm മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. പിന്നെ 120hz ഫുൾ HD AMOLED ഡോട്ട് ഡിസ്പ്ലേ, 360hz സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റിയും വളരെ മികച്ചതാണ്. E4 ഡിസ്പ്ലേ ആണ് വരുന്നത്, AMOLED പാനലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 108 മെഗാ പിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, ഒരു ടെലിഫോട്ടോ മാക്രോ ലെൻസും ഉണ്ട്. അത് ക്വൈറ്റ് സിമിലർ ടു Mi 11x എന്ന് പറയുന്നത് നമുക്ക്. പിന്നെ 20 മെഗാ പിക്സൽ AI സെൽഫി ക്യാമറയാണ് വരുന്നത്. ട്രിപ്പിൾ മൈക്രോഫോൺ അറേ ഫോർ ഓഡിയോ സൂം, അതായത് നമ്മൾ വീഡിയോ സൂം ചെയ്യുമ്പോൾ അതിനകത്ത് ഓഡിയോ സൂമും വരുന്നുണ്ട്. ആ ഒരു ഫീച്ചറാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 3D ഗ്ലാസ് സ്ലിം ബോഡിയാണ് വരുന്നത്. പിന്നെ നേരത്തെ പോലെ തന്നെ LPDDR5 റാമും UFS 3.1 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പെർഫോമൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് LPDDR5ഉം UFS 3.1. ഇത് നല്ല പെർഫോമൻസ് തരും. പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുള്ളൂ, 4520 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഇവിടെ നമുക്ക് കുറച്ച് കുറവായിട്ട് പറയാം, കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു 40,000 രൂപയ്ക്കൊക്കെ എനിക്ക് ഒന്ന് 65 വാട്ടും 50 വാട്ടൊക്കെ ചാർജിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ലെസ്സർ ചാർജിങ് സ്പീഡാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 360 ഡിഗ്രി ലൈറ്റ് സെൻസേഴ്സ്, എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ, ബ്ലൂടൂത്ത് 5.0 വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള സെലസ്റ്റൽ സിൽവർ ആണ് കളർ, 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ്. നമുക്ക് ക്വിക്കായിട്ട് അൺബോക്സിങ് തുടങ്ങാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡിസൈൻ ബൈ ഷോമി എന്ന് പറഞ്ഞൊരു ബോക്സ് ആണ്. അതിനകത്തൊരു സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു യൂസർ ഗൈഡാണ്. അപ്പോൾ യൂസർ ഗൈഡിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. ഇവിടെ സിം ട്രേ ഉണ്ടല്ലേ, 2 സിം ട്രേ വരുന്നത്. SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇതിനകത്ത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് ഞാൻ നേരത്തെ Mi 11x ചെയ്തപ്പോഴും പറഞ്ഞു. ഈ അഡാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് തരുന്ന ഒരു അഡാപ്റ്റർ, അതായത് USB Type-C to 3.5mm ഓഡിയോ ജാക്ക്. അപ്പോൾ 3.5mm ജാക്കുള്ള വയേർഡ് ഇയർഫോൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളാണ്. പിന്നെ വരുന്നത് ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസ്. നമ്മൾ സൈഡിൽ ഒരു ഫ്രോസ്റ്റഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു നല്ല ഫീൽ വരുന്നുണ്ട് സാധാരണ കേസിനേക്കാളും. എങ്കിലും സാധാരണ TPU കേസ് തന്നെയാണ്, കാര്യമായൊരു ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ വരുന്നത് ഡിവൈസാണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്, 33 വാട്ട് അഡാപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയ്ക്കൊരു ഫാസ്റ്റ് അല്ല, കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്ററായ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇത് 33 വാട്ടാണ്, 11 വോൾട്ട് 3 ആംപിയർ ആണ്. പിന്നെ ഒരു കേബിളാണ്, USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിൾ. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ Mi 11x Pro ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല Mi 11x ആയിട്ട്. ഇവിടെ നമുക്ക് ക്യാമറ ബമ്പ് ആക്ച്വലി കുറച്ചും കൂടെ ഹയർ ആണ്, ബിക്കോസ് ഇത് ലാർജർ സെൻസറാണ്, 108 മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത്. അതുകൊണ്ട് ഈ ക്യാമറ ബമ്പ് കുറച്ചും കൂടെ ഹയർ ആണ്. ബാക്കി ഗ്ലാസ് ഫിനിഷാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന സിൽവർ കളറാണ്. ഇപ്പോൾ നമുക്ക് കണ്ടില്ല ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്. പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് ഒരുപാട് നമ്മൾ കുറച്ച് ലിമിറ്റഡ് യൂസ് തന്നെ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് വന്നത് കാണാം. പിന്നെ സൈഡിൽ പവർ ബട്ടനാണ്, അതുകൂടെ ഇൻറ്റഗ്രേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വോളിയം റോക്കർ കീസും കാണാം സൈഡിൽ. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് ഇല്ല, ഇൻഫാക്ട് SD കാർഡ് സ്ലോട്ട് ഇല്ല. താഴെ ഒരു ഡുവൽ സിം കാർഡ് സപ്പോർട്ടും USB Type-C പോർട്ടും പിന്നെ സ്പീക്കർ യൂണിറ്റുമാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. ഇവിടെ മുകളിലും സ്പീക്കേഴ്സ് കാണാം. പിന്നെ ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേയാണ്, 120hz AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും കാണാം. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് ആണ് വരുന്നത്. Xiaomi 5G എന്ന് പറഞ്ഞ രീതിയിലും കാണാം. അപ്പോൾ വളരെ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്, സ്ലിം ഫോം ഫാക്ടറാണ് വരുന്നത്. അപ്പോൾ വെയ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും യൂസേജിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു സ്ലിം ഫോം ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് യൂസൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്, നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ല കളേഴ്സും നല്ല വൈബ്രൻറ്റ് ലുക്കിംഗ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ 120hz റിഫ്രഷ് റേറ്റ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സെറ്റിങ്സ് പോയി കാണിച്ചു തരാം. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ കളർ സ്കീമും നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻഫാക്റ്റ് സാച്ചുറേറ്റഡ്, ഒറിജിനൽ കളർ, അഡ്വാൻസ്ഡ് കളർ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യമാണെങ്കിൽ 120hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 60hz സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. 120hz ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് MIUI 12.0.1 ആണ്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ ആണെങ്കിൽ 11 ആണ്. ഇതിൽ നമുക്ക് 8 GB റാമാണ് വരുന്നത്, 120 GB ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ സാധാരണ നമ്മൾ MIUIയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇവിടെ കാണാം. ഗെയിം ടർബോ മോഡ്, വീഡിയോ ടൂൾ ബോക്സ്, ഫ്ലോട്ടിംഗ് വിൻഡോ, സെക്കൻഡ് സ്പേസ്, ലൈറ്റ് മോഡ്, തീം സപ്പോർട്ട്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഡ്യുവൽ ആപ്സ്, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് UI. നമുക്ക് ഹോം സ്ക്രീനുണ്ട്, അല്ലെങ്കിൽ ആപ്പ് ഡ്രോവർ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് UIൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി നമുക്ക് കിട്ടുന്നത് ഒരു 108 മെഗാ പിക്സൽ സെൻസറാണ്. അതേപോലെ തന്നെ നമുക്കൊരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും പിന്നെ ഒരു 5 മെഗാ പിക്സൽ ടെലിഫോട്ടോ മാക്രോ ലെൻസുമാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ LED ഫ്ലാഷും കാണാം. പിന്നെ നമുക്ക് ക്യാമറ UI ഒന്ന് നോക്കാം. അപ്പോൾ ക്യാമറ UIയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4K 60 FPS ഉണ്ട്. അതേപോലെ 8K സപ്പോർട്ടും ഉണ്ട്. 8K 30 FPS, 4K 60 FPS ഉണ്ട്. Mi 11xൽ 4K 60 FPS സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇവിടെ നമുക്ക് ആ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇത് 108 മെഗാ പിക്സൽ സെൻസർ കൂടിയാണ്. പിന്നെ നമുക്ക് ബാക്കിയെല്ലാം സൂപ്പർ മാക്രോ അങ്ങനത്തെ എല്ലാ മോഡ്സും തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ Xiaomi ക്യാമറയിൽ കാണുന്ന എല്ലാ മോഡ്സും തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ടൊരു ക്യാമറ ക്യാപ്ചർ ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ക്യാമറ. എനിക്കൊന്ന് നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നല്ല കളർഫുൾ ആൻഡ് വൈബ്രൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Mi 11x Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓവറോൾ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ക്വാളിറ്റി സ്മാർട്ട് ഫോണിൻ്റെ വേണ്ട ഒരു ക്യാമറ ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ലെവൽസും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മാക്രോ മോഡാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ. കാരണം 5 മെഗാ പിക്സൽ ടെലിഫോട്ടോ മാക്രോ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസും വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡായി നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ വളരെ മികച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വരുന്നത് 4520 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ചാർജിങ് ടൈം കമ്പനി പറയുന്നത് അറൗണ്ട് 52 മിനിറ്റ്സ് ആണ് ചാർജ് ചെയ്യുന്നത് 0 to 100%. പക്ഷേ നമ്മുടെ ടെസ്റ്റിങ്ങിൽ എനിക്ക് അറൗണ്ട് 55 മിനിറ്റ്സോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. Mi 11x Mi 11x Proയിലും ഓൾമോസ്റ്റ് സെയിം ടൈം തന്നെയാണ് നമുക്ക് കിട്ടി. 55 മിനിറ്റ്സ് ആണ് 0 to 100% ചാർജ് ചെയ്യാനെടുത്തത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം കുഴപ്പമില്ല, 4500 mAh ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്കൊരു 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ പവർഫുള്ളായ ഒരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 39,999 ആണ്. 8 GB റാമും 128 GB സ്റ്റോറേജും 8 GB റാമും 256 GB സ്റ്റോറേജും ആണെങ്കിൽ 41,999. 3 കളറിലാണ് അവൈലബിൾ ആവുന്നത്, സിൽവർ, വൈറ്റ്, ബ്ലാക്ക്.
അപ്പോൾ ഇതായിരുന്നു Mi 11x Proൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.